വർത്തമാന പത്രങ്ങളുടെ കൂട്ടിരിപ്പുകാരനായ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ വീട്ടിലാണ് ഞാനിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് സാബു. ഈ സാബു എല്ലാ ദിവസവും സാധാരണ മനുഷ്യരെ പോലെ എണീറ്റ് ആദ്യം ചെയ്യുന്നത് പത്രവായനയാണ്. 2-3 മണിക്കൂർ പത്രം വായിച്ചതിന് ശേഷമാണ് സാബു തൻ്റെ ജോലിയുമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അതൊരു സാധാരണ സംഭവം മാത്രമാണ്. എല്ലാവരും, പ്രത്യേകിച്ച് ആലപ്പുഴക്കാരായാലും മറ്റു ജില്ലകളിൽ, കേരളത്തിലെ ഏറ്റവും അധികം ആൾക്കാർ പത്രവായനയിൽ നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരാണ്. എന്നെ സാബു ആകർഷിച്ചതെന്ന് പറയുന്നത്, ഈ കേരളത്തിനകത്തും പുറത്തും നടന്നിട്ടുള്ള വലിയ വലിയ സംഭവങ്ങൾ ആലേഖനം ചെയ്ത മലയാള പത്രങ്ങളുടെ കൂട്ടിരിപ്പുകാരാണ്. അത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരായിരുന്ന ജവഹർലാൽ നെഹ്റു, ലാൽ ബഹദൂർ ശാസ്ത്രി, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി തുടങ്ങിയ, സഞ്ജയ് ഗാന്ധി തുടങ്ങിയവരുടെയൊക്കെ മരിച്ച വാർത്തകളടങ്ങിയ പടങ്ങളടങ്ങിയ അതെല്ലാം സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണിത്. അതുമാത്രമല്ല, ഇന്ത്യക്ക് പുറത്തും നടന്നിട്ടുള്ള വലിയ വലിയ സംഭവങ്ങളുടെ പത്രങ്ങൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ഞാനിവിടെ വീട്ടിൽ വന്നപ്പോൾ കണ്ടത് 2000-ൽ പരം അത്തരം പ്രധാനപ്പെട്ട വാർത്തകളടങ്ങിയ പത്രങ്ങളുടെ സൂക്ഷിപ്പുകാരനായിട്ടിരിക്കുകയാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളി. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ഇതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് നടക്കുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇതിനൊരു പശ്ചാത്തലം ഞാൻ കാണുന്നത്, ഈ ആലപ്പുഴയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിച്ചത് ആലപ്പുഴയിലാണ്. നമുക്കറിയാമല്ലോ, ബ്രിട്ടീഷുകാരുടെ കാലയളവിൽ ഈ കയർ ഫാക്ടറികൾ കേരളത്തിലുള്ളത് ആലപ്പുഴയിലാണ്. ആ ആലപ്പുഴയിലെ കയർ ഫാക്ടറിയിലെ തൊഴിലാളികൾ അനുഭവിച്ച പീഡനങ്ങൾ, അവരുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവർക്ക് കൂലി കിട്ടാനുള്ള പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തുടർന്ന് അവർക്ക് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി ഒരു തൊഴിലാളി സംഘടന ഉണ്ടാക്കിയത് വാടപ്പുറം ബാവ എന്ന് പറയുന്ന തൊഴിലാളിയാണ്. ആ വാടപ്പുറം ബാവ എന്നുള്ള തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കുക മാത്രമല്ല, തൊഴിലാളികളെ അക്ഷരം പഠിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആലോചിച്ച് നോക്കണം, 100-105 വർഷങ്ങൾക്ക് മുമ്പാണ് കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയത്. ആ ദുരവസ്ഥയിൽ പിന്നോക്ക സമുദായങ്ങൾ അക്ഷരമറിയാത്തവരാണ്. അക്ഷരം എന്തെന്നറിയില്ല. യക്ഷിയും പേയും ഇവർക്ക് ദൈവം. അത് അക്ഷരം എന്ന് പറയുന്നത് എന്താണെന്ന് പോലും ഈ മനുഷ്യവിഭാഗത്തിന് അറിഞ്ഞുകൂടാ. യക്ഷിയും പേയും ഗന്ധർവനും അങ്ങനെയൊക്കെ തുടങ്ങിയ ദൈവങ്ങൾ. കാരണം ഈശ്വരനെ പ്രാർത്ഥിക്കാനോ പിന്നെ ശിവനെ തൊഴാനോ കൃഷ്ണനെ തൊഴാനോ ഒന്നും സമുദായത്തിനൊന്നും അവകാശങ്ങളില്ല, അധികാരമില്ല. അപ്പോൾ ആ സമയത്താണ് വാടപ്പുറം ബാവ ഈ അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി ഒരു പത്രം തുടങ്ങി. ആ പത്രത്തിൻ്റെ പേരാണ് തൊഴിലാളി. ആ തൊഴിലാളി പത്രം ഇറങ്ങിയിട്ട് ഏതാണ്ട് 110 വർഷമായി. ആ തൊഴിലാളി പത്രങ്ങൾ, ഇവിടെ തൊഴിലാളികൾക്ക് പത്രം കൊടുത്തുകൊണ്ട് പത്രം വായിക്കത്തില്ല. അപ്പോൾ അക്ഷരം അറിയാവുന്ന ആൾക്കാർ അക്ഷരമറിയാത്തവരെ അക്ഷരം പഠിപ്പിക്കുവാനും അവകാശങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കാനും വേണ്ടി നടത്തിയ അദ്ദേഹത്തിൻ്റെ കഠിനമായ പരിശ്രമത്തിൻ്റെ ഫലം കാണുകയാണ് തൊഴിലാളികൾ. അവസാനം തൊഴിലാളികൾ വായിക്കാൻ തുടങ്ങി. സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു, പക്ഷേ അവരൊക്കെ അക്ഷരം പഠിച്ചു. അതിലെ ആദ്യത്തെ ആ പത്രത്തിൻ്റെ, തൊഴിലാളി പത്രത്തിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് വാടപ്പുറം ബാവയായിരുന്നു. അതിനുശേഷം കേശവദേവ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരൻ കേശവദേവ് ആ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അതുപോലെ VK വേലായുധൻ, കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനായിട്ട് പിൽക്കാലത്ത് മാറിയ VK വേലായുധൻ ആ പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ R സുഗതൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ട് പിൽക്കാലം വന്ന R സുഗതൻ, ഒട്ടേറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പത്രവായന എന്ന് പറയുന്നത് ശരിക്കും തൊഴിലാളികൾ അഭ്യസിച്ച് തുടങ്ങിയത് ആലപ്പുഴ പട്ടണത്തിൽ നിന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അന്ന് ഫാക്ടറികളിലെ തൊഴിലാളികൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ജോലി ചെയ്യാതെ ഒരു തൊഴിലാളി ഇരുന്ന് ഈ പത്രവാർത്തകൾ വായിച്ച് കേൾപ്പിക്കും. ഓരോ സെക്ഷനിലും, ഓരോ ഫാക്ടറികളിൽ തന്നെ നിരവധി സെക്ഷനിലും അത് ബ്രിട്ടീഷുകാർ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവർക്ക് ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവർ പത്രം വായിക്കുന്നു, പത്രം കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അതിനുശേഷം ഊണ് സമയത്താണ് ആ വിഷയങ്ങളെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്തത്. അങ്ങനെ പ്രബുദ്ധമായ തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ചും പിന്നെ അവരുടെ അറിവിനെക്കുറിച്ചും ഒരുപാട് പ്രബുദ്ധതയുള്ള ആൾക്കാർ ജനിച്ച് വളർന്ന പട്ടണമാണ് ആലപ്പുഴ. ആ തലമുറയിൽപ്പെട്ട ആൾ തന്നെയാണ് സാബു. ആ സാബുവിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ആലപ്പുഴ പട്ടണത്തിൽ.
നമ്മുടെ പവർ ഹൗസിനടുത്താണ് അദ്ദേഹം ഓട്ടോറിക്ഷ കഴിഞ്ഞ 10-27 വർഷമായിട്ട് അദ്ദേഹം ഓടിക്കുകയാണ്. പക്ഷേ അദ്ദേഹം ഓട്ടോറിക്ഷക്കാരനെന്ന് പറയുന്നതിനകത്ത് അദ്ദേഹത്തിന് യാതൊരുവിധ സങ്കോചവുമില്ല. അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ എല്ലാം രക്ഷപ്പെട്ടായിട്ട് ഞാൻ മനസ്സിലാക്കത്തുള്ളൂ. നല്ല വീട് വെച്ച് കഴിയുന്നു. അപ്പോൾ ആ ഒരു പ്രത്യേകത കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ഭവനത്തിൽ, ഞാൻ ആദ്യമായിട്ടാണ് സാബുവിനെ കാണുന്നതെന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ സാബുവിൻ്റെ വണ്ടിയിലൊക്കെ പലരോട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാബുവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, ഈ പത്രങ്ങൾ, അത് പ്രധാനപ്പെട്ട വാർത്തകളടങ്ങിയ പത്രങ്ങൾ സൂക്ഷിക്കുന്ന മാത്രമല്ല വേറെയും പലതുണ്ട്. അതൊക്കെ നമുക്ക് സാബുവിൽ നിന്നറിയാം. നമസ്കാരം. നമസ്കാരമുണ്ട്. എൻ്റെ പേര് സാബു. ഞാൻ ആലപ്പുഴ പട്ടണത്തിലെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. കഴിഞ്ഞ 42 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. അത്യാവശ്യം കുറച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്, യൂണിയൻ പ്രവർത്തനമുണ്ട്. ഇങ്ങനെ അതിനിടയ്ക്കാണ് കുടുംബകാര്യങ്ങളും ഈ മാതിരി ചെറിയ കളക്ഷനുകളുമൊക്കെ സംഘടിച്ചത്. ഇത് ചെറുപ്പം മുതലേ ഇങ്ങനെ ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് ഇതിനൊരു ക്രേസ് ഉണ്ടായത്? ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ചെറുപ്പത്തിൽ അയൽവക്കത്തൊക്കെ പോയായിരുന്നു പത്രം വായിക്കുന്നത്. നിസ്സാര പൈസയാണെങ്കിലും കുടുംബത്തിൽ അതൊന്നും വാങ്ങാനുള്ള ഒരു സാമ്പത്തിക സിറ്റുവേഷനൊന്നും, ഒരു പത്രം ഇടാനുള്ള സിറ്റുവേഷനും ഇല്ല, ഇടേണ്ട ആവശ്യവുമില്ല അന്നത്തെ കാലത്ത്. അപ്പോൾ അയൽവക്കത്തൊക്കെ പോയി ഇങ്ങനെ വായിക്കും. അപ്പോൾ ഒരിക്കൽ 1969-70 കാലഘട്ടത്തിൽ ഈ സിനിമ നടിമാരന്മാരൊക്കെ മരിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ചില വാർത്തകളുള്ള പത്രങ്ങൾ എടുത്തുകൊണ്ടുവന്ന് അവരടുത്ത് ചോദിച്ചാൽ പത്രം മേടിച്ച് വീട്ടിൽ കൊണ്ടുവെക്കും, സൂക്ഷിക്കും. പ്രത്യേകിച്ച് സത്യൻ സാറിൻ്റെ മരണം, അദ്ദേഹത്തിനെ ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദയ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് കാണാൻ പോയി. അങ്ങനെ കണ്ട് പുള്ളിക്കാരൻ നമ്മുടെ സംസാരിക്കുകയൊക്കെ ചെയ്തു. നമുക്കൊന്നും അങ്ങനെ സംസാരിക്കാൻ ഇല്ല. എത്ര പഠിക്കുന്ന എവിടെയാണ്, എന്താണെന്നൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ മരണസമയത്തുള്ള പത്രങ്ങൾ എടുത്തു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നു. അത് തുടക്കം. അതിനു മുമ്പ് ഒരിക്കൽ വീക്കിലി സൂക്ഷിക്കുമായിരുന്നു. അന്നത്തെ കാലത്ത് മനോരമ, പിന്നെ ഈ മനോരാജ്യമൊക്കെ ഇറങ്ങിയ കാലഘട്ടത്തിലാണ് അന്നത് മിസ് കുമാരി മരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ 69-70 ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ വീക്കിലിയൊക്കെ കാശ് കൊടുത്ത് മേടിച്ചല്ല, വാങ്ങിയവരുടെ നിന്ന് പിന്നീട് അത് വാങ്ങിക്കൊണ്ടെല്ലാം വെച്ചിരുന്നു. അല്ല നശിച്ചു പോയി എൻ്റെ കയ്യിൽ നിന്ന്. അത് പിന്നീട് വേറെ കഥയാണ് നശിച്ചു പോയത്. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ച് വന്നപ്പോൾ ഇങ്ങനെ 70കൾ ഒക്കെ ആയപ്പോഴേ കൃത്യമായും പറഞ്ഞാൽ 77-ലെ ഈ ഇലക്ഷൻ, ആ ഇലക്ഷനിൽ ഞാൻ വർക്ക് ചെയ്യും. അന്ന് VM സുധീരനും കോൺഗ്രസിന് വേണ്ടി. അപ്പോൾ അന്ന് വർക്ക് ചെയ്തപ്പോൾ അന്ന് നിരന്തരം വാർത്തകളാണ്. അടിയന്തരാവസ്ഥ വന്നതും അടിയന്തരാവസ്ഥ പിൻവലിച്ചതും ഇന്ദിരാഗാന്ധിയുടെ തോൽവി, അന്നത്തെ ദിവസം തന്നെ AKGയുടെ മരണം, അതിൻ്റെ 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് TV തോമസിൻ്റെ മരണം. അപ്പോൾ ഈ മാതിരി പത്രങ്ങളെല്ലാം അതും പ്രധാന വാർത്തകളുള്ള പത്രങ്ങളായതുകൊണ്ട് അതൊക്കെ എടുത്തിങ്ങനെ വെച്ചു. ആ സൂക്ഷിച്ചിങ്ങനെ വന്ന അങ്ങനെയാണ് കൂടുതൽ പത്രശേഖരത്തിലോട്ട് പോയത്. ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ചോദിച്ച്, പിന്നെ ആക്രിക്കടയിലൊക്കെ കയറിയൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുക. ഇതേപോലെ ഇപ്പം തലമുറയില്ലാത്തവർ എല്ലാം കൂടി തൂക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ആക്രിക്കടയിൽ നിന്നൊക്കെ എനിക്ക് പത്രങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇതുണ്ടെന്ന് അറിയുമ്പോൾ പലരും സാബു വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞ് അങ്ങനെ ചിലർ തന്നു. ഒരിക്കൽ ഒരാൾ, അയാൾക്ക് തലമുറയില്ല, അതുകൊണ്ട് കുറച്ച് സൂക്ഷിച്ചിരുന്ന കുറേ പത്രങ്ങളെല്ലാം കൂടി എനിക്ക് തരാമെന്ന് പറഞ്ഞു. ഞാൻ നല്ല വില കൊടുത്താണ് അത് വാങ്ങിയത്. അത് പണം കൊടുത്താണ് വാങ്ങിയത്. അത് ഒരു 89 കിലോ ഉണ്ടായിരുന്നത്. അത്രയും പത്രം വാങ്ങി. ഈ 89 കിലോ പത്രത്തിനകത്തും പ്രമുഖ വാർത്ത സെലക്റ്റീവായിട്ടുള്ള പത്രമാണ്. അല്ല ചുമ്മാ നമുക്ക് കുറേ പത്രം പഴയത് വാങ്ങിയിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ള വാർത്താ പത്രങ്ങളൊക്കെ. അപ്പം അങ്ങനെയാണ് ഈ കളക്ഷൻ കൊടുത്തായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു പിന്നെ 2 രൂപ 2.5 രൂപ 3 രൂപയ്ക്ക് താഴെ വില കിലോയ്ക്കുള്ള സമയത്ത് ഞാൻ 15 രൂപ കൊടുത്തു ഒരു കിലോയ്ക്ക്. 1 കിലോ പത്രത്തിന് 15 രൂപ. അപ്പോൾ അത് വലിയൊരു സംഖ്യയാണ്. അതെ, വലിയൊരു സംഖ്യ. അത് 1500 രൂപ. എന്നെ സംബന്ധിച്ച് 1500 രൂപ വലിയ സംഖ്യ. എന്നെ സംബന്ധിച്ച് വലിയൊരു സംഖ്യയായിരുന്നു. അത് എന്നിട്ടും ഒരു തരത്തിലൊക്കെ അത് ഞാനത് വാങ്ങി. എൻ്റെ വരുമാനവും കുടുംബ പശ്ചാത്തലമെല്ലാം നോക്കണത്. അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ ഞാനത് വാങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ കളക്ഷനും
ഇതെല്ലാം കൂടി വന്നപ്പോൾ ഇത് വെക്കാൻ സ്ഥലമില്ല. അന്നത്തെ ആ സംവിധാനത്തിൽ എനിക്കിത് വെക്കാൻ സ്ഥലമില്ല. ചാക്കിനകത്തൊക്കെ വെച്ചു. ഇത് ഉറഞ്ഞു പോയി. അതിൻ്റെ മടക്ക് ഭാഗം വെച്ച് ഒരുപാട് ഉറഞ്ഞു പോയപ്പോഴത്തേക്ക് അന്ന് പിന്നെ ആ പത്രമൊന്നും ഗുണമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനെടുത്ത് കത്തിച്ചു കളഞ്ഞു. പക്ഷെ അതൊരു ബുദ്ധിമുട്ടായി. എത്രമാത്രം പത്രങ്ങൾ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ? അത് ഇതേപോലെ തന്നെ ഇന്നിപ്പോൾ എൻ്റെ കൈവശിരിക്കുന്നതിൻ്റെ അത്രത്തോളം പത്രങ്ങൾ, അതായത് ഒരു 1000-ന് മേളിൽ പത്രം കളഞ്ഞു പോയി. അതെല്ലാം വില കൊടുത്ത് വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പിന്നെ ഈ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇലക്ഷൻ ഓർമ്മകൾ, EMSന്റെ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു, ഒത്തിരി ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തത് ഏതൊക്കെയുണ്ട്? പിന്നെ EMS, അച്യുതമേനോൻ, പിന്നെ അച്യുതമേനോൻ കഴിഞ്ഞാൽ പിന്നെ കരുണാകരൻ, AK ആന്റണി, ആർ ശങ്കറിൻ്റെത് എൻ്റെ സത്യപ്രതിജ്ഞയുടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ വീഴുന്നതുണ്ട്, മന്ത്രിസഭ രാജിവെക്കുന്നു, ആ പത്രമുണ്ട് ആർ ശങ്കറിൻ്റെ. പിന്നെ പട്ടംതാണുള്ള മരണപ്പെട്ട പത്രമുണ്ട്. പിന്നെ നമ്മുടെ PKVയുടെ മന്ത്രിസഭയിലുണ്ട്. AK ആന്റണിയുടേതും PKVയുടേത്, കരുണാകരൻ്റെത്, നായനാരുടേത്, സത്യപ്രതിജ്ഞ എല്ലാം സത്യപ്രതിജ്ഞ, നായനാരുടേത്, പിന്നെ അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി, ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ വരെ സത്യപ്രതിജ്ഞ ചെയ്ത ആ പത്രങ്ങളുണ്ട്. പിന്നെ 69 ഐക്യ മുന്നണി മന്ത്രിസഭ വീഴുന്നത്, EMS രാജിവെക്കുന്നതും ആ കാലഘട്ടത്തിലെ പത്രങ്ങളെല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ദേശീയ ലെവലിലാകുമ്പോൾ 64 നെഹ്റു മരണപ്പെട്ട ദിവസത്തെ 5 പത്രങ്ങളുണ്ട്. 1964 മെയ് 27-നാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഡേറ്റ് പോലും കൃത്യമായിട്ട് മെയ് 27-ആണ്. അപ്പോൾ 28-ാം തീയതി മുതലുള്ള 5 പത്രങ്ങൾ ഇരിപ്പുണ്ട്. അതായത് അതിൻ്റെ വാർത്ത പിറ്റേ ദിവസമാണല്ലോ നമുക്ക് ഇദ്ദേഹം മരണപ്പെടുന്നത്. 1964 മെയ് 27 വൈകിട്ട് ഉച്ചയ്ക്ക് ശേഷം. അതിൻ്റെ പത്രം ഏത് പത്രമാണത്? അത് മനോരമ, മാതൃഭൂമി, ജനയുഗം, കേരള കൗമുദി, പിന്നെ ഒരെണ്ണം വേറെ ഡബ്ലിംഗ് ഉണ്ട് പത്രങ്ങളുണ്ട്. അതിനുശേഷം ലാൽ ബഹദൂർ ശാസ്ത്രിയെ പിന്നീട് തിരഞ്ഞെടുത്ത അദ്ദേഹമായിരുന്നു. അതെ, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു 10ഓളം പത്രങ്ങൾ ദിവസങ്ങളോളം, അദ്ദേഹം വിദേശത്ത് തുടർ വാർത്തകൾ, കാര്യം അദ്ദേഹം വിദേശത്താണല്ലോ മരണപ്പെട്ടത്. അപ്പം മരണപ്പെട്ടപ്പോൾ ഉള്ള വാർത്ത, അത് കഴിഞ്ഞ് കൊണ്ടുവന്നപ്പോൾ, പിന്നെ അടക്കം ചെയ്തപ്പോൾ ഉള്ള വാർത്തകൾ, ഇങ്ങനെ ഒരു 5-10 പത്രം അങ്ങനെയുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്തുള്ള 66 പ്രധാനമന്ത്രി ആയപ്പോഴുള്ള അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത പത്രങ്ങൾ. അദ്ദേഹത്തിന് AICCയിലെ ഭൂരിപക്ഷം മൊറാർജി ദേശായിട്ട് മത്സരം ഉണ്ടാകുകയും ആ പത്രങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട്. അപ്പം മൊറാർജി ദേശായിയായിട്ട് മത്സരം ഉണ്ടാകുകയും അദ്ദേഹത്തിന് 186 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധി AICC ജയിക്കുകയും അങ്ങനെ അടുത്ത ദിവസം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പത്രമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഉണ്ടാകുന്ന പത്രങ്ങളൊക്കെ ഉണ്ട്. കോൺഗ്രസ് 69 സംഘടനാ കോൺഗ്രസ്സൊക്കെ ഉണ്ടാകുന്ന നമ്മുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി, ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി സജീവ് റെഡ്ഡി വരികയും സജീവ് റെഡ്ഡിക്കെതിരെ ഇന്ദിരാഗാന്ധി മൗനാനുവാദത്തോടുകൂടി ഗിരിയെ മത്സരിപ്പിക്കുന്നത് ആ ദിവസങ്ങളിലെ പത്രങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ അതൊക്കെ. അതെ, അങ്ങനെ ഔദ്യോഗിക സ്ഥാനാർത്ഥി തോറ്റുപോവുകയും അതിനെ തുടർന്ന് പാർട്ടി ഉണ്ടാകുകയും അതൊക്കെ പത്രങ്ങൾ എൻ്റെ അടുത്ത് ശേഖരത്തിലുണ്ട്. അതിനുശേഷം പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച പത്രം 1975 ജൂൺ 25-ാം തീയതി രാത്രിയാണ്. 26-ാം തീയതിയിലെ പത്രത്തിൽ വാർത്തയില്ല. 27-ാം തീയതിയിലെ പത്രത്തിൽ ഒരു ചെറിയ വാർത്ത. കാരണം അന്ന് ഈ പറഞ്ഞ ന്യൂസൊക്കെ സെൻസർ ചെയ്യാൻ തുടങ്ങി. വാർത്താ പ്രാധാന്യമുള്ളതൊക്കെ സെൻസറിങ്. അതെ, ഇതൊരു ചെറിയ കോളം ഇതായിട്ടാണ് 27-ാം തീയതി ആ വാർത്ത പറഞ്ഞത്. ആ 27-ാം തീയതി ഇന്ദിരാഗാന്ധി ഒരു രാഷ്ട്രത്തോടൊരു പ്രക്ഷേപണം നടത്തി. അതിൻ്റെ രേഖകൾ എൻ്റെ അടുത്തിരിപ്പുണ്ട്. 27-ാം തീയതി രാഷ്ട്രത്തോട് ചെയ്ത പ്രസംഗം അത് എൻ്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ നെഹ്റുവിൻ്റെ പറഞ്ഞപ്പോഴും നെഹ്റുവിൻ്റെ ഒസ്യത്ത്
ഔസ്യത്ത് അത് മലയാളവും ഇംഗ്ലീഷും ആയിട്ടുള്ള അന്നത്തെ കാലത്ത് ഇറക്കി പത്രത്തിൽ വന്നു പോകുന്നത് പത്രത്തിലല്ല അത് PRD അടിച്ചിറക്കുന്ന പബ്ലിക് റിലേഷൻസ് അതെ PRD ഇറക്കിയ കേന്ദ്ര ഗവൺമെന്റിന്റെ അപ്പോൾ ആ ഒസ്യത്ത് ഇംഗ്ലീഷും ഉണ്ട് മലയാളവും ഉണ്ട്. ഇതൊന്നും വേറെ കാണത്തില്ല. വളരെ അതിരിപ്പുണ്ട്. ഈ നെഹ്റു മരണപ്പെട്ട ആ സമയത്ത് ഈ പൗരമാരുടെ അതായത് നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ അന്ന് ടി വി തോമസിൻ്റെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്ന റാലി, അനുശോചന റാലിയും സമ്മേളനങ്ങളും അതിൻ്റെയൊക്കെ നോട്ടീസുകൾ കുറച്ച് ഇരിപ്പുണ്ട്. ആ നോട്ടീസുകൾ അന്ന് നടന്ന പൗര ഇതല്ല ആ നോട്ടീസുകളൊക്കെ കുറച്ചിരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവും ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്ത് അതിന്റെ പടങ്ങളൊക്കെ അല്ല ശേഷം ഇറങ്ങിയ പത്രം. അതെ ആ പത്രങ്ങളെല്ലാം തുടർ വാർത്തകൾ കാണുമല്ലോ, ഉണ്ട്. അപ്പം അത് പ്രധാനമായിട്ട് ഇന്ദിരാഗാന്ധിയെ അറസ്റ്റ് ചെയ്യുക, അത് കോടതി കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്തെന്ന് ചോദിച്ചിട്ട് വെറുതെ വിടുക. അതുപോലെ തന്നെ രണ്ടാമത് ഇന്ദിരാഗാന്ധി ചിക്കമംഗളൂരു ഇലക്ഷനിൽ ജയിച്ചു പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്തു. 30-ൻ്റെ അന്ന് MP സ്ഥാനം കട്ട് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കി. ഇന്ത്യയിൽ പ്രസിഡന്റിന്റെ പാർലമെന്റ് കൂടി ശിക്ഷിച്ച ഇന്ദിരാഗാന്ധിയുടെ MP സ്ഥാനം തിരിച്ചെടുക്കും. ഇവരെ തിരിച്ചെടുത്തു. MP സ്ഥാനം പിന്നെ തിരിച്ചെടുത്തു. ഇല്ല, MP സ്ഥാനം തിരിച്ചെടുത്തു. MP സ്ഥാനത്ത് നിന്ന് കട്ട് ചെയ്തു. അപ്പം ആ കട്ട് ചെയ്ത ആ ദിവസത്തെ പത്രവും 5 പത്രവും ഉണ്ട്. അത് 2 പ്രാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് MP സ്ഥാനം എടുത്ത് കളഞ്ഞതും എല്ലാം കൂടി ചേർത്ത് 5 പത്രവും അത് ഇരിപ്പുണ്ട്. ഈ സഞ്ജയ് ഗാന്ധി മരിച്ച 1980 അതുണ്ട്. അത് സഞ്ജയ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സഞ്ജയ് ഗാന്ധി പ്ലെയിൻ ആക്സിഡന്റിൽ മരിക്കുന്നത്. അത് 80 ജനുവരി തന്നെയാണെന്ന് തോന്നുന്നു. ഒരു അപകടത്തിൽപ്പെടുത്തിയാണെന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. പുള്ളി ഫ്ലൈറ്റ് പിന്നെ എഞ്ചിനീയർ ആണല്ലോ, പുള്ളി ഫ്ലൈറ്റ് ഓടിക്കുന്ന ആളാണല്ലോ. അങ്ങനെ ആ അപകടം നടക്കുന്നത്. ആ അപകടം നടന്ന അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലാണല്ലോ രാജീവ് ഗാന്ധി പിന്നെ മത്സരിക്കാനായിട്ട് നമ്മൾ പാർട്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ആ മരണത്തിൻ്റെ പത്രവും ഇരിപ്പുണ്ട്. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണമാണ്. ഇന്ദിരാഗാന്ധിയുടെ മരണത്തിൻ്റെ ഒരുപാട് പത്രങ്ങൾ ഇരിപ്പുണ്ട്. അതായത് വെടിയേറ്റ് മരിക്കുന്നു, ശേഷമുള്ള അന്ന് അച്ചടിച്ചിറങ്ങിയതും പിന്നെ തുടർച്ചയായിട്ട് ഒരുപാട് പുസ്തകം ഉണ്ടായിരുന്നു. 1984 ഒക്ടോബർ 31 ആ 31-ാം തീയതി ഇന്ദിരാഗാന്ധി ഇതിനകത്ത് വേറൊരു ഇതിനകത്ത് ചില പത്രങ്ങൾ അന്നേക്ക് തന്നെ അടിച്ച് മാതൃഭൂമിക്കാരാണ് ഇന്ദിരാഗാന്ധി രാവിലെ 9:25 വെടിയേറ്റ് മരിച്ചു. മനോരമ പിറ്റേ ദിവസമാണ് പത്രം ഇറക്കുന്നത്. പക്ഷെ മാതൃഭൂമി അന്നേരം തന്നെ അടുത്ത അവർക്ക് വാർത്ത കിട്ടിയത് അല്ല, ഇവർ പത്രം പിന്നെ അടിച്ചില്ല. മനോരമ മരണകാരണം മരിച്ചു രാവിലെ 9:25 വെടിയേറ്റും മരണപ്പെട്ടു. അല്ല, ഞാൻ ചോദിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. രാവിലെ 9-ന് ശേഷം ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നു. അത് മനോരമ അച്ചടിച്ച് അടുത്ത ദിവസം വരേണ്ടതല്ലേ? അടുത്ത ദിവസമല്ലേ വരുള്ളൂ. പക്ഷെ മാതൃഭൂമിക്കാർ അന്ന് തന്നെ വൈകുന്നേരം. പക്ഷെ അതൊരു പക്ഷേ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ കാണത്തുള്ളൂ കേട്ടോ. അത് അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതെ എറണാകുളം എഡീഷൻ. അതായത് ഒരു പത്രത്തിന്റെ വലിപ്പമാണ് അത്. എറണാകുളം എഡീഷൻ. ആ എഡീഷനിൽ അന്നത്തെ ദിവസം അതേ ദിവസത്തെ പത്രം എൻ്റെ അടുത്ത്. അതെങ്ങനെ കിട്ടി? എറണാകുളത്ത് എങ്ങനെ കിട്ടി? എറണാകുളം ഞാൻ വിലക്ക് വാങ്ങിയ കൂട്ടത്തിൽ അതുണ്ട്. ആ കൂട്ടത്തിൽ ഇതുണ്ട്. അതുപോലെ തന്നെ മാതൃഭൂമിക്കാർ ഡിസംബർ 24-25 തോന്നുന്നു നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി MGR മരിക്കുന്നു. പിറ്റേ ദിവസം പത്രമില്ല. അന്ന് എന്തെങ്കിലും മുടക്കുണ്ടോ പത്രത്തിൽ? ഡിസംബർ 25 മുടക്കല്ലേ? ക്രിസ്മസ്. അപ്പൊ പിന്നെ പത്രമില്ല. പക്ഷേ മാതൃഭൂമിക്കാർ അന്ന് അടിച്ചു വിട്ടു. ഈ പത്രങ്ങൾ തമ്മിലൊരു കോമ്പറ്റീഷൻ. അപ്പൊ അതാണ് എല്ലാവർക്കും ആവശ്യമാണ്. മരിച്ച അന്നത്തെ ദിവസം തന്നെ. ഇപ്പൊ ഇന്ദിരാഗാന്ധി ഒക്ടോബർ 31-ാം തീയതി മരിച്ചു. ഒക്ടോബർ 31-ാം തീയതിയിലെ പത്രം ഇതെങ്ങനെ വന്നു എന്ന് ചിലർ സംശയിക്കും. പക്ഷെ ഇതിങ്ങനെ അടിക്കുന്ന സ്പെഷ്യൽ. അപ്പം അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ സംബന്ധിച്ച് ഒരുപാട് പത്രങ്ങളിൽക്കൊണ്ട് അടക്കം വരെയുള്ള ഇതുണ്ട്. അതിനുശേഷം ആ കേസുകളുമായിട്ട് മുന്നോട്ട് പോയി അവരെല്ലാം ശിക്ഷിച്ചതും അവരെ പിടിച്ചതും ഇങ്ങനെയുള്ള പത്രങ്ങളൊക്കെ ഒരുപാടെണ്ണമുണ്ട്. അതിനുശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹം അടുത്ത 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇലക്ഷൻ ആയിരുന്നല്ലോ. 1984
2004 ഡിസംബർ 24 ആയിരുന്നു കേരളത്തിലെ ഇലക്ഷൻ. പിറ്റേന്ന് 25. ആ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 1 തീയതി പുള്ളി വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, അധികാരത്തിൽ വരുന്നു. അത് 89 വരെ പോകുന്ന ആ രാജീവ് ഗാന്ധിയുടെ ആ പ്രധാനമന്ത്രിയാകുന്നിടം മുതൽ മരിക്കുന്നിടം വരെയുള്ള ദൈനംദിന പ്രധാന പത്രങ്ങൾ അത് ഒരു കെട്ടായിട്ട് മാറ്റി വെച്ചിരിക്കുക. മരണപ്പെട്ട പത്രങ്ങളൊക്കെ വേറെയുണ്ട്. അത് കൂടാതെ ഒരു കെട്ട് അദ്ദേഹത്തിൻ്റെ പിന്നെ പോസ്റ്റൽ ബില്ലൊക്കെ തിരിച്ചയച്ചതും വിവാദങ്ങളും. ചോദിച്ചോട്ടെ, ഇതിനെ സാബുവിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, തനിച്ച് തന്നെ അല്ല. അപ്പോൾ ഈ ജോലിയുടെ ഇടയിൽ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഇടക്കിടക്ക് ഇങ്ങനെ നോക്കും. ഇപ്പം ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ കുറച്ച് പത്രം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചേക്കും, ഒരു കിറ്റിനകത്താക്കി വെച്ചേക്കും. എവിടെയെങ്കിലുമൊക്കെ പോയി വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെടുക്കും. എടുത്ത് പറഞ്ഞെടുത്ത് ഇങ്ങനെ വായിക്കും. ഈ വായിച്ച് തന്നെയാണ് പിന്നെയും വായിക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ മുണ്ട്ര കേസ്, മറ്റേ ഇന്ദിരാഗാന്ധി 60 ലക്ഷത്തിൻ്റെ ആ കേസ്, അങ്ങനെയുള്ള പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ചെറിയ ചെറിയ പത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് വെച്ച് അതേപോലുള്ള ചില സംഭവങ്ങളൊക്കെ എടുത്ത് ഞാൻ വെച്ചേക്കും. അങ്ങനെ വായിക്കും. അത് കഴിയുമ്പോൾ പിന്നെ അതുകൊണ്ട് വെച്ചിട്ട് വേറെ എടുക്കും. ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും സംഭവങ്ങളുടെ പത്രങ്ങളുണ്ടോ? ഉണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ളത് ലോകത്തിലെ വലിയൊരു അത്ഭുത മനുഷ്യനായിരുന്നല്ലോ ചർച്ചിലിൻ്റെ മരണ ദിവസത്തെ പത്രം ഇരിപ്പുണ്ട്. അതുണ്ട്. ഉണ്ട്. അത് ഏത് ഇയറാണത്? അത് 1965. ചർച്ചിൽ മരിച്ച 65. പിന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരണ ദിവസം വെടിയേറ്റ് മരിച്ച അത് കേരളധ്വനി പത്രമാണ്. കേരളധ്വനി പത്രത്തിൻ്റെ അദ്ദേഹം അമേരിക്കയിൽ തന്നെ ആയിരുന്നല്ലോ കുറേ കാലം. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വാർത്ത അന്ന് കിട്ടുകയും അന്ന് വാർത്തകൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. ഇതൊക്കെ വിരൽ തുമ്പിലാണ് വാർത്ത. അന്ന് ഈ പറഞ്ഞ പോലെ ഒരു വാർത്ത വേണമെങ്കിൽ അവിടുന്ന് അയക്കണം. പോസ്റ്റലായിട്ട് അയക്കണം. അന്ന് ടെലിപ്രിന്റ് പോലും വന്നിട്ടില്ല. അതിനുശേഷമാണല്ലോ ഈ പത്രത്തിൻ്റെ ഈ മാറ്റങ്ങൾ വരുന്നത്. റോട്ടർ പ്രസ് വരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ പിന്നെ അമേരിക്കയിൽ നിന്ന് ഇമെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ അച്ചടിക്കുന്നതൊക്കെ അപ്പം ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ പത്രമാണ്. അതാണ് എൻ്റെ പ്രാധാന്യം അല്ലേ? അതാണെങ്കിൽ 63 അതിനുശേഷം 67 കെന്നഡി ജൂനിയർ അവിടുത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വെടിവെച്ചു. 2 പേരെ കൊന്നു 67. അപ്പോൾ ആ പത്രവും ഇരിപ്പുണ്ട്. അങ്ങനെ അത് ഒരു ചേട്ടൻ്റെയും അനിയൻ്റെയും പത്രത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്തുള്ളത് തന്നെ നിരവധി സംഭവങ്ങൾ ആലേഖനം ചെയ്ത വർത്തമാന പത്രങ്ങൾ സാബു സൂക്ഷിച്ചു. പറഞ്ഞു കഴിഞ്ഞാൽ സാബു വർത്തമാന പത്രങ്ങളുടെ സൂക്ഷിപ്പുകാരൻ മാത്രമല്ല, ചരിത്രത്തെയാണ് സൂക്ഷിക്കുന്നത്. പക്ഷേ എനിക്കൊരു വിഷാദം തോന്നിയത് ചില പത്രങ്ങളൊക്കെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ അതിനകത്തൊക്കെ ചില പുഴുക്കുത്തുകൾ ചൂത്തിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അഭിപ്രായം, ഇതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതെല്ലാം പോകും. അപ്പോൾ ആ ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളിലേക്ക് എങ്ങനെ പോകണമെന്ന് ഞാനത് വ്യക്തമാക്കി അത് ചെയ്യണം. അതിനെല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാം. പിന്നെ ഞാൻ വേറെ ചോദിച്ചോട്ടെ, ഈ വർത്തമാന പത്രങ്ങൾ ഇതുപോലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ ആലേഖനം ചെയ്ത വർത്തമാന പത്രങ്ങൾ കൂടാതെ വേറെ ഏതെങ്കിലും സൂക്ഷിപ്പുകളുണ്ടോ? എനിക്ക് ചെറുപ്പകാലത്ത് മുതൽ ഈ പാട്ടിനോട് കമ്പമായിരുന്നു. അതുകൊണ്ട് അന്നത്തെ കാലത്ത് സിനിമയ്ക്ക് പോകുമ്പോൾ വീട്ടുകാരും മേടിച്ചു തരും. ഏതാണ്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ 64 വന്ന എല്ലാ സിനിമകളും ഞാൻ കണ്ടതാണ്. 64-65 കാലഘട്ടത്തിൽ മുഴുവൻ പടങ്ങൾ റിലീസ് ചെയ്ത എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിൽ വീട്ടുകാരെന്ന് ഈ മിക്കവാറും ഒരുപാട് പാട്ടുകൾ ഉള്ള സിനിമകൾ ആ കാലഘട്ടം. മാത്രമല്ല തിയേറ്ററിൽ തന്നെ ഈ പാട്ട് പുസ്തകങ്ങൾ വിൽക്കുമായിരുന്നില്ലേ? അങ്ങനെ വാങ്ങിച്ച് കിട്ടിയിട്ടുള്ള 8 പൈസ 10 പൈസ 12 പൈസ ഒക്കെയാണ് അന്നത്തെ ഇത്. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് വാങ്ങിത്തന്നതും പിന്നെ പിന്നെ നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഇതുകൂടി മസ്റ്റായിട്ട് ഇത് വാങ്ങും. കാര്യം ഇത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് അടുത്ത ദിവസം ഈ പാട്ട് പാടും. അങ്ങനെ പാട്ടിനോട് കമ്പമായിരുന്നു. അപ്പം അങ്ങനെ വന്ന് കുറേ പാട്ട് പുസ്തകങ്ങളുണ്ടായിരുന്നു. അപ്പം ആ പാട്ട് പുസ്തകങ്ങൾ ഇങ്ങനെ ഓരോരുത്തർക്ക് വാങ്ങും. ചെറിയ ഇതല്ലേ, അത് വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ചു പറ്റില്ല. അങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഞാനത് ഉണ്ടായിരുന്നെല്ലാം കൂടി എടുത്ത് ബൈൻഡ് ചെയ്തു. അങ്ങനെ ബൈൻഡ് ചെയ്ത എത്ര പുസ്തകങ്ങളുണ്ട്? ബൈൻഡ് ചെയ്ത് എല്ലാം കൂടി 10 ഉണ്ട്. 10 ബുക്കുകളാക്കി ബൈൻഡ് ചെയ്ത്. അതുകൊണ്ട് അതിന് കുഴപ്പമില്ല. പിന്നെ
1965 മുതലുള്ള എലക്ഷൻ ഗൈഡുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പഴയ കാലത്തുള്ള ചില ആളുകളൊക്കെ ചില തർക്കങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനത് തർക്കിക്കുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ വന്ന് ആ പുസ്തകം കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. ഇലക്ഷൻ ഗൈഡ് എന്ന് പറഞ്ഞാൽ അന്നത്തെ 1957 അല്ലല്ല, നമുക്ക് മനോരമയും മാതൃഭൂമിയും എല്ലാം അച്ചടിച്ച് വിൽക്കുന്ന ഇലക്ഷൻ ഗൈഡുകളുണ്ടല്ലോ. അന്നത്തെ കാലത്ത് കേരളത്തിലെ അന്ന് 114 മണ്ഡലങ്ങളും 126 സീറ്റും ദേയാംഗ മണ്ഡലം അടക്കം. അപ്പം ആ ഓരോ മണ്ഡലത്തിലെയും അന്ന് നടന്ന ഇലക്ഷൻ്റെ ഡീറ്റെയിൽ, ഓരോ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്ന പോലുള്ള അതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പം ആ ഗൈഡുകൾ ഉണ്ട്. 1964 മനോരമ ഇയർ ബുക്ക് ഇറക്കുന്നത്. ആദ്യമായിട്ട് അതെ, 5 രൂപയാണ് അന്നത്തെ ഇയർ ബുക്ക്. വലിയ വില, നമുക്കൊന്നും വാങ്ങാനൊന്നും പറ്റില്ല. അപ്പം 1964 മുതൽ 74 വരെയുള്ള മനോരമ ഇയർ ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്, കയ്യിലുണ്ട്. കളക്ഷൻ ഒത്തിരി കാര്യമുണ്ട്. ഒരു എൻസൈക്ലോപീഡിയ ആണ് സെമി. അപ്പം അത് വാങ്ങിയിട്ടുണ്ട്, അതെൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതിനുശേഷം 74 ശേഷം ഒറ്റപ്പെട്ട ചില ഇയർ ബുക്കുകളാണ് ഉള്ളത്. ഉണ്ട്, വാങ്ങാനുള്ള ശേഷിക്കുറവൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ഈ വർഷത്തെ ബാലൻസ് ചെയ്താണ് അടുത്ത കൊല്ലം വരുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അതിനോട് വലിയ പ്രതിപത്തി ഇല്ലാതായി. അപ്പം ആദ്യകാലത്തൊക്കെ നല്ല ഇതായിരുന്നു, നല്ല പ്രിന്റും ഒക്കെ ആയിരുന്നു ആദ്യകാലത്ത്. പിന്നെ അക്ഷരങ്ങളൊക്കെ ചെറുതായി, ബുക്കിൻ്റെ വലിപ്പം കുറഞ്ഞ്, വില 100 രൂപ വരെ ആയി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് 5 രൂപയിൽ നിന്നും മേലോട്ട് ഇങ്ങനെ പോയില്ലേ. പിന്നെ ഇത് കൂടാതെ പേര് പാർട്ടിയുടെ വല്ല ഈ പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള പാർട്ടിയുടെ. പിന്നെ ഞാൻ ഇന്ത്യൻ മാനിഫെസ്റ്റോ ഉണ്ട്. ഈ ഇന്ത്യൻ പ്രസിഡന്റന്മാരെ, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പ്രസിഡന്റായിട്ട് കയറുന്നു. ആ പത്രത്തിനകത്ത് തന്നെ ഉള്ള പടം രാജേന്ദ്ര പ്രസാദ് ഇറങ്ങുന്നു. ആ പത്രമുണ്ട് പ്രസിഡന്റ് വരുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ രാജേന്ദ്ര പ്രസാദ്. അദ്ദേഹം കയറുന്നതും ഇറങ്ങുന്നതും ഉണ്ട്. ഇറങ്ങുന്ന ദിവസമാണല്ലോ അടുത്ത ആള് കയറുന്നത്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അപ്പൊ രാധാകൃഷ്ണൻ കഴിഞ്ഞിരുന്ന സക്കീർ ഹുസൈൻ, അത് കഴിഞ്ഞിട്ട് ബിബി ഗിരി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഫാഖറുദ്ദീൻ അലി അഹമ്മദ്, അത് കഴിഞ്ഞിട്ട് സജീവ റെഡ്ഡി. അങ്ങനെ ആ പരമ്പര മൊത്തം എല്ലാവരും എനിക്കറിയാം, എല്ലാവരും അറിയാം. അപ്പം ആ പരമ്പര ഇപ്പം മുർമു വരെയുള്ള ഇതിനകത്ത് ഇത് സൂക്ഷിക്കുന്നതിനുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വളരെ പെട്ടെന്ന് ഇത് സാബു ഇതൊക്കെ അങ്ങ് പറയുകയാണ്. ഇത് ഓർത്തെടുക്കാൻ ചിലപ്പോൾ പ്രയാസമാണ്. ആരാണ് രാജേന്ദ്ര പ്രസാദിന് ശേഷം അടുത്ത പ്രസിഡന്റ്? ഡോക്ടർ എസ് രാധാകൃഷ്ണന് ശേഷം അടുത്തത് ഇത് ഓർക്കയില്ല. പക്ഷേ ഇത് ഇരിക്കുന്നതുണ്ട്. ഇതൊരു റെഫറൻസ് ഗ്രന്ഥവും റെഫറൻസ് മുറിയും കൂടെയാണ് സാബു. ഇത് രാഷ്ട്രീയക്കാർക്കൊക്കെ ഇവിടെ വരാവുന്നതാണ്. ഒരുപക്ഷെ ഈ വീഡിയോ പുറത്തു വന്നു കഴിയുമ്പോഴേ സാബുവിനെ തിരക്കിയ ആൾക്കാർ വന്നു തുടങ്ങും. ഇതൊക്കെ ആവശ്യമാണ് പലർക്കും എഴുതാനായിട്ട്. കൂടാതെ പിന്നെ വേറെ തരം ഏത് ഉള്ളത് ശേഖരമുണ്ട്. 1966 കേരളത്തിൽ വെച്ച് ഒരു AICC സമ്മേളനം നടക്കുന്നത്. സമ്പൂർണ്ണ സമ്മേളനമല്ല, സ്പെഷ്യൽ സമ്മേളനമാണ്. ഇന്ദിരാഗാന്ധിയൊക്കെ പങ്കെടുത്തതാ. ഇന്ദിരാഗാന്ധി പങ്കെടുത്ത 1966 എറണാകുളത്താണ് സമ്മേളനം നടന്നത്. അപ്പം ആ സമ്മേളനത്ത് തെരഞ്ഞെടുപ്പ് സമ്മേളനമല്ല, അതാണ് ഞാൻ പറഞ്ഞത്, സമ്പൂർണ്ണ സമ്മേളനമല്ല. അപ്പൊ ആ സമ്മേളനത്തിന്റെ അങ്ങനെ ഒരു സമ്മേളനം നടന്നിട്ടുള്ളത് കേരളത്തിൽ ഒരു ഒറ്റ സമ്മേളനം നടന്നിട്ടുള്ളത്. അതില് ഇന്ദിരാഗാന്ധി പങ്കെടുത്തു. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് പങ്കെടുക്കും. അന്ന് കാമരാജ് AICC പ്രസിഡന്റ്. അന്ന് ആലപ്പുഴയിൽ വന്ന് കാമരാജ് ഇവിടെ ആ കൂട്ടത്തിൽ വന്ന് ഇവിടെ തങ്ങിയിട്ടാണ് കാഞ്ഞിരഞ്ചിറയിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇപ്പം ഓഫീസൊന്നും ഇല്ല അവിടെ. അത് വേറെ കെട്ടി ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം ആ ഓഫീസിന് തറക്കല്ലിട്ടത് കാമരാജ്. അത് കാമരാജ് നാടാർ. കെ കാമരാജ്. അദ്ദേഹത്തിൻ്റെ മരണം ആ പത്രം എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇരിപ്പുണ്ട്. പിന്നെ CN അണ്ണാദുരയുടെ ഇരിപ്പുണ്ട്. പിന്നെ ഇപ്പം ജയലളിത മരിച്ചത് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തു എല്ലാം ഉണ്ട്. അതൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. ജയലളിതയുടെയൊക്കെ ഒരുപാട് അവരെ പിന്നെ അറസ്റ്റ് ചെയ്തു എല്ലാം ഇരിപ്പുണ്ട്. ആ പത്രങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ MGRൻ്റെ ഉണ്ട്, ഈ കരുണാനിധി മരണപ്പെട്ടുകൊണ്ട്. ഇപ്പോൾ ജയലളിത ഞാൻ തമിഴൊക്കെ വായിക്കും, മുക്കിയും മൂളിയൊക്കെ വായിക്കും. അതുകൊണ്ട് ഞാൻ തമിഴ് പത്രം മേടിച്ചു വെച്ചു. തമിഴ് ഭാഷ പഠിച്ചു, വായിക്കും, ഇച്ചിരി കുറച്ച് വായിക്കും, ഇങ്ങനെ വായിക്കും. അപ്പോൾ എപ്പോഴും ടൂറൊക്കെ പോകുമായിരുന്നല്ലോ തമിഴ്നാട്ടിൽ. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ബോർഡെല്ലാം വായിച്ച് അക്ഷരങ്ങൾ, പിന്നെ തമിഴ് സിനിമകളൊക്കെ കാണുമ്പോൾ ലെറ്റേഴ്സൊക്കെ വായിച്ച് അങ്ങനെ കുറച്ച് വായിക്കും. ഞാൻ തമിഴ് പത്രവും കൂടി വാങ്ങി വെച്ചിട്ടുണ്ട്, കരുണാനിധിയുടെയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാബു ഒരു സാധാരണ മനുഷ്യനല്ല കേട്ടോ. ഞാൻ പറയാൻ കാര്യം, എനിക്കറിയാം കാര്യമായ വിദ്യാഭ്യാസം സാബുവിന് കാണത്തില്ല. പക്ഷേ ഒരുപാട് വിദ്യാഭ്യാസം ഉള്ളവർക്ക് പോലും കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങൾ സാബു ചെയ്തത് അനുമോദനാർഹമാണ് കേട്ടോ. ഞാനത് അനുമോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് തന്നെ. ഞാനിങ്ങനെ ഒരാൾ പറഞ്ഞറിഞ്ഞായിരുന്നു, എനിക്കറിയാൻ തോന്നുന്നത്, പിന്നെ താങ്കളുടെ സുഹൃത്ത് ഒരു ഹാരിസ് ഉണ്ട് വാട്ടർ അതോറിറ്റി. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു കക്ഷിയുണ്ട്, അത് നോക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം സാബുവിനെക്കുറിച്ച് ഞാനങ്ങനെ കേട്ടിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഞാൻ സാബുവിനെ പലതവണ കണ്ടിട്ടുണ്ട്. ഞാൻ പവർ ഹൗസിൽ ജോലിയുണ്ട്. അതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇത് നിശ്ചയമായും കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് സാബുവിൽ നിന്ന് വന്നത്. നമുക്ക് വലുതായിട്ട് തീർപ്പിക്കാൻ പറ്റുകയില്ല, കാരണം ദൈർഘ്യം ഉണ്ടാകാൻ പാടില്ല. എനിക്ക് കുടുംബത്തെക്കുറിച്ച് പറഞ്ഞേക്കുള്ളൂ. ആരൊക്കെയാണ് എൻ്റെ അടുത്ത് ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ 23 പത്രം ഇരിപ്പുണ്ട്. 1962 ഇൻഡോ ചൈന യുദ്ധ സമയത്ത് വലിയ സംഭവം. അപ്പോൾ ആ 23 പത്രത്തിനകത്ത് അന്ന് VK കൃഷ്ണമേനോൻ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം അതിനകത്ത് പരാജയമായിരുന്നു. അപ്പം നെഹ്റു ഇദ്ദേഹത്തിൻ്റെ ഒരു വകുപ്പിൻ്റെ പകുതി എടുത്ത് മാറ്റി. എന്നിട്ട് ഇദ്ദേഹത്തിന് പർച്ചേസ് മാത്രമേ ഏൽപ്പിച്ചു. ആ പത്രങ്ങളൊക്കെ ഉണ്ടല്ലേ, ആ പത്രം ഇരിപ്പുണ്ട്. ആ ഇൻഡോ ചൈന യുദ്ധത്തിൻ്റെ ആ പത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം എന്താണെന്നറിയാലോ. ഇദ്ദേഹം പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുക. അപ്പോഴാണ് ഇൻഡോ പാക് ചൈന യുദ്ധം വരുന്നത്. ഇൻഡോ ചൈന യുദ്ധം. ഇദ്ദേഹം അതിന് മുമ്പ് തന്നെ നെഹ്റുവിനോട് പറഞ്ഞ് ആവശ്യമായ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നെഹ്റുവിനോട് അതിൻ്റെ ആവശ്യമില്ല. ഇൻഡോ ചൈന ഭായി നമ്മുടെ സഹോദരന്മാരാണ്. കാരണം നെഹ്റു എന്ന് പറയുന്നൊരു സ്വപ്നജീവിയായിരുന്നു. ഈ ഗൗരവമായ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനില്ല. കാരണം അദ്ദേഹം സ്വപ്നജീവിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് തന്നെ പറയുന്നത് മാൻ ഈസ് എ പോയറ്റ് ആൻഡ് വുമൺ എ മദർ എന്നാണ്. ആണെന്ന് പറയുന്നവൻ സ്വപ്നജീവിയാണ്, പോയറ്റാണ്, കവിയാണ്. പക്ഷെ പെണ്ണുങ്ങൾ, അതാണ് നെഹ്റുവിനേക്കാളും ഏറ്റവും അധികം ഇന്ദിരാഗാന്ധി തിളങ്ങാനുള്ള കാര്യം. സ്ത്രീ ഈ പ്രാക്ടിക്കലായിട്ടുള്ളതിൻ്റെ ഒരു മൂർത്തിയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നെഹ്റുവിനോട് ഇദ്ദേഹം പിന്നെ ആവശ്യപ്പെടുകയാണ്, VK കൃഷ്ണമേനോൻ യുദ്ധോപകരണങ്ങൾ വാങ്ങിക്കണമെന്ന്. യുദ്ധോപകരണം പല രാജ്യത്തുനിന്ന് കിട്ടുമല്ലോ, വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് തട്ട് കിട്ടിയത്. നമ്മൾ ഒരുപാട് സ്ഥലം പോയതൊക്കെ അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതിൻ്റെ പേരിൽ VK കൃഷ്ണമേനോൻ്റെ വകുപ്പെടുത്ത് കളഞ്ഞത് നിശ്ചയമായി തെറ്റായ നടപടിയാണെന്നാണ് പത്രങ്ങൾ വന്നായിട്ട് എൻ്റെ ഒരു ചെറിയ ഓർമ്മയിലുണ്ട് അത് കേട്ടോ. അപ്പോൾ ആ വകുപ്പിൻ്റെ പകുതി എടുത്തു, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പർച്ചേസ് മാത്രമേ ഏൽപ്പിച്ചു. അതെ. അപ്പോൾ അദ്ദേഹത്തിന് അത് വിഷമമായി അദ്ദേഹം രാജിക്കത്ത് കൊടുത്തു. അപ്പോൾ അതിൽ ആ പത്രങ്ങളുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ആ രാജിക്കത്ത് കൊടുത്തപ്പോൾ നെഹ്റു ഒരു കുഴപ്പമില്ലാതെ ആ രാജിക്കത്ത് വാങ്ങി. പക്ഷേ പുള്ളിക്ക് ആവശ്യമായിരുന്നത്. അതെ. അതിനുശേഷം ഒരു കാര്യം ചെയ്തു. ഇദ്ദേഹം നാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എയർപോർട്ടിൽ നെഹ്റു ചെന്ന് യാത്രയാക്കുകയായിരുന്നു. അന്നത്തെ കാലത്ത് അത് VK കൃഷ്ണമേനോൻ തിരുവനന്തപുരത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച ചരിത്രം അറിയാമോ? ഉണ്ട്. അതിൻ്റെ 2 ബുക്ക് എൻ്റെ അടുത്ത്. ഞാനന്ന് തിരുവനന്തപുരത്ത് പഠിക്കുകയാണ്. അപ്പോൾ കാരണം യുണൈറ്റഡ് നേഷൻസിൽ ഏറ്റവും അധികം സമയം ഇംഗ്ലീഷിൽ പ്രസംഗിച്ച ഒരു മനുഷ്യനാണ് 13 മണിക്കോ തുടർച്ചയായിട്ട് വെള്ളം പോലും കുടിക്കാതെ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അതൊരു ചരിത്ര വിഷയമായതുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ അത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് ഈ സമയത്തൊന്നും ഓർക്കാതിരിക്കാൻ പറ്റുകയില്ല. നമ്മൾ ഈ ചെറിയ ഭൂമികയിൽ ഇരിക്കുമ്പോൾ വലിയ വലിയ സംഭവങ്ങൾ നടന്ന ഒരു രാജ്യമാണിത്. ഈ പറഞ്ഞ പോലെ മരണങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ നടന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും സാബുവിൽ നിന്ന് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ കിട്ടിയത് ഒരുപാട് ദീർഘമാണ്. അത് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്യും കാരണം കട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എങ്കിലും നിശ്ചയമായും സാബുവിനെ പ്രശംസിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ ആദ്യം ഇടയ്ക്ക് ചോദിച്ച ചോദ്യത്തിന് മറുപടി എനിക്ക് കിട്ടിയില്ല കുടുംബത്തെക്കുറിച്ച്. പിന്നെ ഞാൻ AICC സുവിനീർ എൻ്റെ കയ്യിലുണ്ട് 100ാം വാർഷികത്തിൽ. അത് ശരി. അത് AICC. അതുപോലെ തന്നെ 1954 ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയ ഗാന്ധിജിയുടെ ആയിരക്കണക്കിന് ചിത്രങ്ങളിൽ സെലക്റ്റീവായിട്ട് 300 ചിത്രങ്ങൾ ആൽബം. ആ ആൽബം 54 ഇന്ത്യ ഗവൺമെൻറ് ഇറക്കിയത്. നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് 54 ഇറക്കി. അപ്പം അത്രയും പഴക്കമുള്ള എനിക്ക് ചിലതൊക്കെ തന്നു വിടണം.
ഞാനത് സൂക്ഷിച്ചോളാം. അത് എനിക്ക് ഈ ഒരു ഇത് വിഷയമായി ഞാനും കൂടെ ചേർന്ന് കുറച്ച് പാഠങ്ങൾ എടുക്കണം ഇതിനകത്ത് കയറ്റാനായിട്ടാണ്. കാരണം ഇതൊരു ചരിത്രമായിട്ട് മാറുകയാണ്. ഇത് ഇവിടെ ഇരുന്ന ആ ഒരു ചരിത്രമല്ല, പക്ഷേ ഇത് പുറത്തേക്ക് വിടാത്തൊരു ചരിത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടി വരും ഞാൻ പറയുകയാണ്. അപ്പം അങ്ങനെ വീട്ടിനെ കുറിച്ച് ഇപ്പോഴും വന്നിട്ടില്ല. വീട് എനിക്ക് 3 മക്കളാണ്. എൻ്റെ ഭാര്യ ചങ്ങനാശ്ശേരിക്കാരിയാണ്, ഞാൻ ആലപ്പുഴക്കാരനാണ്. എനിക്ക് 3 മക്കളും. ശരിക്കും പറഞ്ഞാൽ സാബുവിൻ്റെ സ്ഥലം ആലപ്പുഴ കോൺവെന്റ് സ്ക്വയറിൻ്റെ കിഴക്കുവശം. ഇവിടെ തന്നെയാണല്ലേ? കോൺവെന്റ് സ്ക്വയറിൻ്റെ കിഴക്ക് ഈ സൈഡ് തെക്കുവശത്താണ് ഞാൻ എൻ്റെ കുടുംബമൊക്കെ. എല്ലാം സാമ്പത്തിക പ്രശ്നങ്ങളും ഇതൊക്കെ ഉള്ള പാർട്ടീഷനും കാര്യങ്ങളെല്ലാം വന്ന് ഇങ്ങനെ അത് വിറ്റ് എല്ലാം മാറിയതാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോൻ ഇപ്പോൾ ജോർദാനിലാണ്. ജോർദാൻ എന്ത് ചെയ്യുന്നു അവിടെ? അയാൾ പിന്നെ എഞ്ചിനീയറാണ്. അപ്പോൾ അയാൾക്ക് വിദ്യാഭ്യാസം ആവശ്യത്തിനുണ്ട്. ഉണ്ട് ഡിപ്ലോമ എഞ്ചിനീയറാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു കമ്പനിയിൽ ആണ്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വിവാഹം കഴിച്ചു. ജോർദാൻ പെണ്ണിനെ വിവാഹം കഴിച്ചു. അപ്പോൾ അവരിവിടെ വരികയും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഇപ്പോഴും. ഡെയിലി വിളിക്കും, 2-3 പ്രാവശ്യം വിളിക്കും. അപ്പോൾ ജോർദാൻകാരി എന്ന് പറയുന്നത് അറബി പെണ്ണ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു വന്ന്. അപ്പോൾ നമ്മൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പിന്നെ അങ്ങനെ നടത്തിയത്. ഞങ്ങൾ കഴിഞ്ഞ വർഷം 1 മാസം അവിടെയായിരുന്നു. ഇതേ സമയത്ത് അടുത്തത് മകളാണ്. മകള് 20 വയസ്സിൽ കല്യാണം കഴിച്ചു വിട്ടു. ചങ്ങനാശ്ശേരി പയ്യനായിരുന്നു. അവർക്ക് കുട്ടികൾ എത്ര പേര്? 2 പേര്. എത്ര വയസ്സൊക്കെ അവർ? ഇപ്പം മൂത്ത മോന് 16ാമത്തെ വയസ്സ്. അപ്പം മോള് പിന്നെ HDFC ബാങ്ക് പിന്നെ എറണാകുളത്ത് ജോലി. രാവിലെ പോവും, വൈകിട്ട് വരും. ബസ്സിലാണ് പോകുന്നത്. HDFC ബാങ്കിൽ ബസ്സിലാണ് പോയി വരും. താമസിക്കുന്നത് എവിടെയാണ്? ഇവിടെ തന്നെ പോയി വരും. പിള്ളേരും ഇവിടെ തന്നെ എൻ്റെ കൂടെ ഉണ്ട്. അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാമല്ലോ. അതെ അല്ല പിന്നെ അവരോട് വിടാൻ പറ്റത്തില്ല. പിന്നെ ഒരാൾ ഇളയ ഒരു മകനുണ്ട്. 3 പേര്. അയാൾ ഇവരെയൊക്കെ കളിച്ചിരി ഇളയതാണ്. എന്ത് ചെയ്യുന്നു? പഠിക്കാൻ? അയാൾ എഞ്ചിനീയറിങ് കഴിഞ്ഞു. ബിടെക്. അപ്പോൾ അയാൾ ഇവിടെ ബാംഗ്ലൂരാണ്. അവിടെ ഈ കൺസൾട്ടൻസി നടത്തുകയാണ് ഇപ്പം. അപ്പം അവിടെ ഇപ്പം ഈ വരും പെരുന്നാളൊക്കെ അല്ലേ. എത്ര വയസ്സുണ്ട് അയാൾക്ക്? ഇപ്പം 30 വയസ്സ്. വിവാഹം കഴിച്ചിട്ടില്ല? ഇല്ല ആയില്ല. നടത്താനുണ്ട്. മോള് പിന്നെ എന്തായാലും കേട്ടെടുത്തോളം സാബുവിൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് മക്കളെയൊക്കെ പഠിപ്പിച്ചു. നന്നായിട്ട് ജീവിക്കുന്നു. ഇപ്പോഴും ഓട്ടോറിക്ഷ ഓടിക്കാറുണ്ടോ? ഉണ്ടല്ലേ? ഇപ്പം ശ്വാസം മുട്ടിരിക്കല്ലേ. ഞാനിപ്പം മുട്ട ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഒന്നാണ് ഇപ്പൊ സാബുവിലൂടെ കിട്ടിയത് തന്നെ. അതെ. ഞാൻ എൻ്റെ കാൽമുട്ട് ഇപ്പൊ സഹൃദയ ആശുപത്രിയിലാണ് ചെയ്തത്. ഇന്ന് ഞാൻ മുട്ടയുടെ ചിരട്ട മാറ്റി വെക്കൽ. സഞ്ചരിക്കാൻ അത്ര ഇതായില്ല, വെളിയിലോട്ട് പോകാനായില്ല, ഇതുവരെ പോയില്ല. നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം.